ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി വിഭവമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിലൊക്കെയുള്ള അവലും കൊണ്ടാണ്. സോ നമ്മൾ ആവശ്യത്തിന് അവലെടുത്തിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ഇടുന്നു. ഈ അവലെന്ന് പറയുന്നത് നമ്മൾ സാധാരണ അവലാണ് എടുത്ത്, വെള്ള അവലുണ്ട്, സാധാരണ അവലുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ അവലാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നനയ്ക്കത്തില്ലേ, അവൽ നനയ്ക്കത്തില്ലേ, അതേപോലെ തന്നെ ഇതിനെ നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ശർക്കര, ഇതിവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് ശർക്കര പൊടിയാണ്, ഉണ്ട ശർക്കരയല്ല, നമ്മുടെ ശർക്കര പൊടിയില്ലേ അതാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കുക. ഈ ശർക്കര ചേർക്കുമ്പോൾ അത് ആവശ്യത്തിനാണ് ചേർക്കുന്നത്, മധുരം എത്ര വേണോ അതനുസരിച്ചാണ് ശർക്കരയുടെ അളവും നമ്മളത് നിയന്ത്രിച്ച് ചേർക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ശർക്കര ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇളക്കി ഒരല്പം എല്ലായിടത്തും ഈ ശർക്കര എത്തിയതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ അവൽ എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതേപോലെയുള്ള രീതിയിൽ നമ്മൾ ഈ അവലിനെ നമ്മളൊന്ന് ഇളക്കിയെടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശർക്കര നന്നായിട്ട് ഇട്ടു, അതിനുശേഷം ഒരല്പം വെള്ളം ചേർക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഇതിനെ ആവശ്യത്തിന് നമ്മൾ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നന്നായി ഇളക്കി വെച്ചിരിക്കുന്ന ഈ അവലിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ച് ഇതിനെ നമ്മൾ ഒരുപാട് കുതിർത്ത് കളയരുത്. ഒരു ലേശം വെള്ളം ഒഴിച്ച് ഒരല്പം അവലെല്ലായിടും ഒന്ന് നനഞ്ഞ് കിട്ടേണ്ട രീതിയിൽ ഒരു പകുതി നനവ് മതി. കാര്യം നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് വെക്കണം. അന്ന് ആ സമയം കൊണ്ട് തന്നെ ഈ അവലെല്ലാം നന്നായി കുതിർന്ന് റെഡിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങയാണ് ഇടുന്നത്. ചിരവി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളമൊക്കെ കൂടുവാണെങ്കിൽ തന്നെ ഇത് നോർമൽ ആയിക്കോളും. അപ്പോൾ നന്നായിട്ട് എല്ലാ വശങ്ങളിലും എല്ലായിടത്തും തേങ്ങ എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി എടുക്കാം. അങ്ങനെ ഈ വിഭവം ഏകദേശം 3/4 ഭാഗത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കൈതച്ചക്ക, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൈതച്ചക്ക നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് പഴുത്തതാണ്, ചെറിയ പീസായിട്ട് റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ ശർക്കരയും തേങ്ങയും എല്ലായിടവും ആ ഒരുപോലെ കൊത്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് ഇളക്കിയെടുക്കണം. ഒരുപാട് പ്രസ് ചെയ്ത് ഇളക്കരുത്. കാര്യം ഇത് പഴുത്ത കത്തിച്ചൊക്കെയാണ്, അത് ഉടഞ്ഞു പോകാതെ നോക്കണം. നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് എടുത്ത് കഴിക്കുന്ന രീതിയിലാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരുപാട് പ്രഷർ കൊടുക്കണ്ട. അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട ഈ വിഭവം റെഡി ആയിട്ടുണ്ട്. കൈതച്ചക്കയും തേങ്ങയും അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ആ ഒരു മിശ്രിതം നമുക്ക് നല്ല സ്വാദാണ് തരുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നമുക്ക് അവലും കൈതച്ചക്കയും മാത്രം മതി, എളുപ്പത്തിൽ തന്നെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.